ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. എല്ലാവരും രാമായണ മാസമൊക്കെ ആചരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. രാമായണമൊക്കെ വീട്ടിൽ വായിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കണം, കുറച്ചെങ്കിലും വായിക്കുക. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ നല്ല നല്ല ഗ്രന്ഥങ്ങളുടെ കാര്യങ്ങളൊക്കെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 3-ാമത്തെ സ്കന്ധത്തിലെ 24-ാമത്തെ കഥയാണ്. വരാഹാവതാരം. ഭഗവാന്റെ വരാഹാവതാരത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ കഥ. സ്വയംഭൂ മനു ഭാര്യ ശതരൂപയോടൊപ്പം ബ്രഹ്മലോകത്ത് എത്തിച്ചേർന്നു. പിതാവായ ബ്രഹ്മദേവനെ കണ്ടു വന്നിച്ചു. പിതൃശുശ്രൂഷ ചെയ്ത് ഇഹത്തിൽ യശസ്സും പരത്തിൽ പരമഗതിയും പ്രാപിക്കണമെന്ന തൻ്റെ ആഗ്രഹം അറിയിച്ചു. പുത്രന്റെ വാക്കുകേട്ടപ്പോൾ പിതാവിനുണ്ടായ സന്തോഷത്തിന് കണക്കില്ല. നിഷ്കപട ഹൃദയത്തോടുകൂടെയുള്ള പുത്രന്റെ ആത്മസമർപ്പണ മനോഭാവത്തെ പിതാവ് മനസ്സ് തുറന്ന് ശ്ലാഘിച്ചു. ബ്രഹ്മാവ് സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പ്രളയത്തിൽപ്പെട്ട് ഭൂമി മുങ്ങിപ്പോയി. ഇനി എന്തു വേണം? ആലോചിച്ചിട്ട് പിടികിട്ടാതെ ബ്രഹ്മാവ് കുഴങ്ങി. കാര്യങ്ങളെല്ലാം തടസ്സം കൂടാതെ ചെയ്തു തീർക്കാൻ കഴിയണേ. സൃഷ്ടികർത്താവ് ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ബ്രഹ്മാവിൻ്റെ മുഖത്ത് പ്രകാശം പരന്നു. നാസിക വികസിച്ചു, കവിളുകൾ ചുവന്നു, കണ്ണുകൾ കലങ്ങിത്തുടുത്തു. പെരുവിരലിനോടൊപ്പം വലുപ്പത്തിൽ ഒരു പന്നിക്കുഞ്ഞ് നാസികാദ്വാരത്തിൽ നിന്ന് പുറത്തു വന്നു. ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ആ ദിവ്യപ്രകാശം താഴോട്ടിറങ്ങി പന്നിക്കുഞ്ഞിൻ്റെ ശരീരത്തിൽ പതിച്ചു. പ്രകാശത്തിന് തീക്ഷ്ണത വർദ്ധിച്ചു. ശിശു അനങ്ങിത്തുടങ്ങി, വളർച്ച ആരംഭിച്ചു. ഒരു ദിവസം ബ്രഹ്മാവ് നോക്കി നിൽക്കെ വരാഹ ശിശു ആകാശം മുട്ടെ വളർന്നു. തടിച്ചു വലുതായി ഗജേന്ദ്രനെപ്പോലെ എല്ലാവരെയും ഭയപ്പെടുത്തി. സനകാദികളും മരീചി മുതലായ പ്രജാപതിമാരും ആ ഘോരമൃഗത്തെ കണ്ട് അത്ഭുതത്തോടെ മിഴിച്ചു നിന്നു. സാക്ഷാൽ ഭഗവാൻ യജ്ഞമൂർത്തിയായി അവതരിച്ചതു തന്നെയാണ്. മഹാമുനികളുടെ ചുണ്ടുകളിൽ നിന്ന് നാരായണ നാമം മുതിർന്നു വീണു. നാരായണ നാരായണ. സ്വരൂപം വ്യക്തമായപ്പോൾ ബ്രഹ്മാവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന അസ്വസ്ഥതകളും ദുഃഖവും അപ്രത്യക്ഷമായി. വേദമന്ത്രങ്ങൾ ഉയർന്നു. യജ്ഞസൂക്കൂരം അലറി വിളിച്ച് സമുദ്രജലത്തിലേക്ക് എടുത്തു ചാടി. ജലം ഇളകിമറിഞ്ഞു. ഓളങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. വർദ്ധിച്ച താപം ദേവന്മാരെ ഭയപ്പെടുത്തി. മേൽപോട്ടുയർത്തിയ വാല് മേഘങ്ങളെ പിളർന്നുകൊണ്ട് ആകാശത്ത് ചലിച്ചു. ശരീരത്തിലെ കുഞ്ചിരോമങ്ങൾ ഇളക്കി വരാഹം അസുരന്മാരെ പേടിപ്പിച്ചു. ജലത്തിൽ നിന്ന് മൃഗം ഉയർന്നു പൊങ്ങുമ്പോൾ കുളമ്പേറ്റ് അസുരന്മാർ ചത്തുവീണു. തേറ്റകൾ മേലോട്ടുയർത്തുമ്പോൾ മേഘങ്ങൾ വേദന കൊണ്ട് പൊറുതിമുട്ടി പുളഞ്ഞു. രാക്ഷസന്മാർ കൂട്ടത്തോടെ മൃഗത്തിന് നേരെ ആക്രമിക്കാൻ മുതിർന്നപ്പോൾ മൃഗം അവരെയെല്ലാം കുത്തിമലർത്തി പ്രളയജലത്തിലേക്ക് ഊളയിട്ട് അപ്രത്യക്ഷമായി. എങ്കിലും യജ്ഞമൂർത്തി ഇടയ്ക്കിടെ തന്നെ സ്തുതിക്കുന്ന മഹാമുനികളെ നോക്കി ഉപരിതലത്തിലേക്ക് വന്ന് കടാക്ഷിച്ച് അനുഗ്രഹിച്ചിരുന്നു. ഭഗവാന്റെ ദർശനവും ദിവ്യദൃഷ്ടികളും ഭക്തന്മാരുടെ മനസ്സിന് കുളിരേകി. ലോകോദ്ധാരണത്തിനിടയിലും യജ്ഞമൂർത്തി നാസിക നീട്ടി ഭൂമിയെ മണത്തറിഞ്ഞ് സുരക്ഷ ഉറപ്പുവരുത്തി ശത്രുവിനെ തേടി സഞ്ചരിച്ചിരുന്നു. വജ്രമുനയുള്ള തേറ്റകൾ കൊണ്ട് ശ്രീ വരാഹം സമുദ്രദേവതയുടെ വയറു കീറിമുറിച്ച് അന്വേഷണം തുടർന്നപ്പോൾ വേദനയേറ്റ് ദേവത ഉറക്കെ നിലവിളിച്ചു. തിരമാലകൾ കൈ ഉയർത്തി ഭഗവാനെ മാടി വിളിച്ചു. കരുണാവത്സലനായ ഭഗവാൻ പിന്നെ താമസിച്ചില്ല. ആഴയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. രസാതലത്തിലേക്ക് പ്രവേശിച്ചു. ഭൂമിയെ സ്പർശിച്ചു. തേറ്റ കൊണ്ട് ഭൂമിയെ വാരിയെടുത്ത് വയറിലേറ്റ് ജലനിരപ്പിലേക്ക് കുതിച്ചുയർന്നു. ആരോ ഗദ ചുഴറ്റിക്കൊണ്ട് പാഞ്ഞടുക്കുന്നു. ആരാണത്? വരാഹമൂർത്തി ദിവ്യ ചക്ഷുസ്സുകൊണ്ട് തിരിച്ചറിഞ്ഞു. ആദിദൈത്യൻ ഹിരണ്യാക്ഷൻ. അസുരനും വരാഹമൂർത്തിയും തമ്മിൽ ഏറ്റുമുട്ടി. പ്രളയജലം കുത്തിയൊഴുകി. സിംഹം ആനയെ എന്ന പോലെ വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ നിഷ്പ്രയാസം കൊന്നു. ഭൂമിയെ തേറ്റമേലേറ്റി മേലോട്ടുയർന്നു. പക്ഷേ ദുഷ്ടന്മാരായ അസുരന്മാർക്കുണ്ടോ വേദസ്വരൂപനായ വരാഹമൂർത്തിയെ കാണാൻ സാധിക്കുന്നു?
ഭൂമിയുടെ രക്ഷിതാവായ ആ യജ്ഞമൂർത്തി ബ്രഹ്മജ്ഞന്മാരായ മുനീശ്വരന്മാരുടെ വൈദിക സൂക്തങ്ങൾ കേട്ട് സന്തോഷത്തോടെ ലോകമാതാവായ ദേവിയെ ജലത്തിൽ സ്ഥാപിച്ച് അപ്രത്യക്ഷനായി. സർവചരാചരങ്ങളുടെയും വാസഭൂമിയായി ഭവിക്കട്ടെ. ഭവാൻ ധരണിയെ അനുഗ്രഹിച്ചു. ഹരേ കൃഷ്ണ. ഇന്നത്തെ കഥ ഇവിടെ സമാപിക്കുകയാണ്. ഇനി അടുത്ത ഒരു കഥയുമായിട്ട് നമുക്ക് നാളെ കാണാം. ഹരേ കൃഷ്ണ.